നമസ്കാരം. ഈ ഇസ്ലാമിലുണ്ടെന്ന് പറയുന്ന അന്യമതസ്ഥരുടെ സർവ്വവിധത്തിലുള്ള കാര്യങ്ങളോടുള്ള അസഹിഷ്ണുത, അതിൻ്റെ പേരിൽ വിലക്ക് കൽപ്പിക്കൽ ഓണത്തിന് കണ്ടതാണല്ലോ. ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്, ആചാരങ്ങളിൽ പങ്കെടുക്കരുത്, അന്യമതസ്ഥരുടെ ആഹാരം കഴിക്കരുത്, പ്രസാദമാണ്, ഇങ്ങനെയുള്ള കർശനമായിട്ടുള്ള ഈ ഫത്വ, മതവിലക്ക്, അത് ഹൈന്ദവ ധർമ്മശാസ്ത്രത്തിൽ എവിടെയും കാണില്ല. പക്ഷെ അവർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആചാര നിഷ്ഠകളുണ്ട്. അവരുടെ ഭൂരിഭാഗം സസ്യാഹാരം കഴിക്കുന്നവരാണ്. വിശ്വാസ തീവ്രതയ്ക്കനുസരിച്ച് കഴിക്കുന്നവരല്ലാത്തവരുമുണ്ട്, പൂർണ്ണമായിട്ട് ഒഴിവാക്കിയവരുണ്ട്, കുറച്ചൊക്കെ കഴിക്കുന്നവരുമുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഈ പറയുന്ന ഓണത്തിനുള്ള വിലക്ക് ഇതൊന്നും ഇവിടെ പണ്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ, പണ്ടെന്ന് പറഞ്ഞാൽ 500 വർഷങ്ങൾക്ക് മുമ്പല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഓണത്തിന് അത്തപ്പൂക്കളിടൽ, അത് മുതൽ എല്ലാ ഓണാഘോഷങ്ങളിലും ആചാരങ്ങളിലും സദ്യ ഒരുക്കുന്നതിലും കഴിക്കുന്നതിലും നാട്ടിലുള്ള മുസ്ലിങ്ങൾ, ഇവർ മുസ്ലിമീങ്ങൾ എന്ന് പറയും, മുസ്ലിമീനുകൾ, മുസ്ലിം എന്നുള്ളതിനൊപ്പം പ്ലൂരൽ ചേർക്കുക മുസ്ലിങ്ങൾ എന്നാണ് വരിക. പക്ഷേ ഇവറ്റുകൾ പറയുന്ന സമയത്ത് മുസ്ലിമീനുകൾ, മുസ്ലിമീനുകൾ, മുസ്ലിമീങ്ങൾ, മുസ്ലിമീങ്ങൾ. അപ്പോൾ ഇത് മുസ്ലിം എന്നാണോ മുസ്ലിമീ എന്നാണോ? മുസ്ലിമീ എന്നാണെങ്കിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയാം. ഭാഷാ പ്രയോഗം തന്നെ അറപ്പുളവാക്കുന്ന ഭാഷാ പ്രയോഗമാണ്. പിന്നെ പച്ചത്രിയുടെ ആൾക്കാരാണല്ലോ, പറഞ്ഞിട്ടല്ലേ, മദ്രസ പൊട്ടന്മാരല്ലേ. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഈ നാട്ടിലുള്ള മുസ്ലിങ്ങൾ ഒരുപോലെ പങ്കെടുത്തിട്ടുണ്ട്. എനിക്കറിയാം, എൻ്റെ കുട്ടിക്കാലത്തുള്ള സ്ഥലത്ത് അതിന് ശേഷമുള്ളത് നമുക്കറിയാം. ആ മുസ്ലിങ്ങൾക്ക്, മുസ്ലിം മീനുകൾ അല്ലാട്ടോ, അല്പം കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് വിഭവങ്ങൾ പോലും ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ ഒരുക്കുകയും ചെയ്യാറുണ്ട്. മുസ്ലിങ്ങൾ, മുസ്ലിം മീനുകളല്ല കേട്ടോ, മുസ്ലിമീങ്ങളല്ല, മുസ്ലിങ്ങൾ അത് വളരെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുകയും ചരിത്രമാണ് കേരളത്തിൽ ഇന്നലെ എന്നോണം വരെ ഉണ്ടായിട്ടുള്ളത്. അന്നൊന്ന് ഈ മതപണ്ഡിതന്മാർ, പണ്ഡിതന്മാരല്ല, മതപണ്ഡിതന്മാർ, ഇന്നൊക്കെയാണ് ഫത്വ ഉള്ളത്. അന്നുള്ള മതപണ്ഡിതന്മാർ പാണ്ഡിത്യമുള്ളവരായിരുന്നു. അവരുടെ ഭാഗത്ത് ഒരു ഫത്വയും ഉണ്ടായിരുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടെ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് പ്രേം നസീർ, നല്ലൊരു മുസൽമാനായിട്ട് ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും, നിങ്ങൾക്ക് എങ്ങനെയാണ് എനിക്കറിയില്ല. അദ്ദേഹത്തിന് 3 പെൺമക്കളാണുള്ളത്. ഈ 3 പെൺമക്കളും തലയെക്കൂടെ ഈ അപ്പിക്കുപ്പായ ഇട്ടിട്ട് പ്രേതരൂപികളായിട്ട് മുഖം മൂടി നടക്കുന്ന പെൺകുട്ടികളായിട്ട് ഒരു ഫോട്ടോ പോലും ഞാൻ അവരെ കണ്ടിട്ടില്ല. മറ്റേ ലൈല പോലെയുള്ള പെൺകുട്ടികൾ ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് ഇപ്പോൾ പ്രായമായി 10-60-70 വയസ്സായി, ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്താ അവർ മുസ്ലിങ്ങളല്ലേ? പ്രേം നസീർ നല്ലൊരു മുസ്ലിം അല്ലായിരുന്നോ? അപ്പോൾ ആയതുകൊണ്ട് അങ്ങനെ ഉദാഹരണങ്ങൾ പലതും ഉണ്ട് കേട്ടോ, അങ്ങനെ പല ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഈ പണ്ഡിതന്മാർ വന്നിട്ട് ഇങ്ങനെ ഈ ഫത്വ, തൊട്ടതിനും പിടിച്ചതിനും ഫത്വയാണ്, തൊട്ടനും പിടിച്ചതിനും വിലക്കുകളാണ്, ഡു ആൻഡ് ഡോൺസ്, അത് പാടില്ല ഇത് പാടും, ഇത് പാടില്ല അത് പാടും എന്ന രീതിയിൽ അവരുടെ ലെവല്, വാസ്തവത്തിൽ ഇപ്പോൾ ലെവല് കുറഞ്ഞു പോയിരിക്കുകയാണ് മുസ്ലിം പണ്ഡിതന്മാർ. കാരണം എന്താണ്? അവർക്കിന്നിപ്പോൾ ഖുറാൻ അവർക്ക് പ്രശ്നമല്ല, ആയത്തുകൾ പ്രശ്നമല്ല, ഹദീസുകൾ പ്രശ്നമല്ല, പ്രവാചകൻ അവർക്ക് പ്രശ്നമല്ല, അള്ളാഹു അവർക്ക് പ്രശ്നമല്ല. എല്ലാം മാറ്റിയല്ലോ. ഇവിടെ സത്യപ്രതിജ്ഞ ചെല്ലുമ്പോൾ അള്ളാഹുവിനെ മാറ്റി, അതിനുശേഷം ഇപ്പോൾ പ്രവാചകനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് വിഷമമുണ്ട്. കഴിച്ചാൽ പ്രവാചകൻ പറഞ്ഞ പല കാര്യങ്ങളും അതേപോലെ അനുഷ്ഠിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഇപ്പോൾ അവരുടെ പ്രധാന പരിപാടി എന്താണ്? UDF, LDF, UDF തമ്മിൽ അടിയാണ്. വാസ്തവത്തിൽ രാഷ്ട്രീയമാണ് അവരുടെ പ്രധാന വിഷയം. അവർക്ക് ആധ്യാത്മികത അതവർക്കില്ല, രാഷ്ട്രീയമാണ്. ബാഹ്യമായിട്ടുള്ള ശക്തി സമ്പാദനം, സാമ്പത്തിക ശക്തി സമ്പാദനം, ആധ്യാത്മിക ശക്തിയുടെ കാര്യത്തിൽ അവർ പോയി കഴിഞ്ഞു, ഉള്ളു പൊള്ളയായി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഏതായാലും അവർ ഈ പണ്ഡിതന്മാരുടെ ഫത്വ പണ്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ തൊട്ടതിനും പിടിച്ചതിനും വരെ ഫത്വ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴാണ് ഫത്വ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ പേപ്പട്ടി ഫത്വകൾ അവർ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്, മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അടുപ്പിക്കുകയല്ല കേട്ടോ, അടിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സാരം. ഇസ്ലാമിലുണ്ടെന്ന് പറയുന്ന നിയമം അന്നത്തെ പണ്ഡിതന്മാരെ അവർക്ക് എന്തുകൊണ്ട് അത് ബാധകമായിരുന്നില്ല? എന്നാൽ അന്നത്തെ പണ്ഡിതന്മാരേക്കും ബുദ്ധിയില്ലാത്തവരായിരുന്നു, അന്നത്തെ പണ്ഡിതന്മാരേക്കും വിഡ്ഢികളായിരുന്നു. അന്ന് ഓണം ആഘോഷിക്കുന്ന സമയത്ത് എന്നിട്ട് അത് സംബന്ധിയായിട്ടുള്ള മറ്റുള്ള ആചാര ഉപചാരങ്ങൾ എല്ലാം ചെയ്യണ പോലെ അങ്ങോട്ട് ഇപ്പം ഹിന്ദുക്കൾ സ്റ്റാർ ഉയർത്താറുണ്ട്. സ്റ്റാർ ക്രിസ്മസിൽ പല വീടുകളിലും അവർ എന്തിനേറെ പട്ടന്മാർ പറയും, തമിഴ് ബ്രാഹ്മണന്മാർ, അവർ ബൊമ്മക്കൊലുസ് ഉണ്ടാക്കുന്ന സമയത്ത് ഹദീസ് എഴുതിയിട്ടുള്ള മക്ക ഹറമിൻ്റെ സ്തൂപം അവരവിടെ വയ്ക്കും, യേശു ക്രിസ്തുവിൻ്റെ സ്തൂപം അവരോട് വയ്ക്കും, ബുദ്ധൻ്റെ വയ്ക്കും, ജൈനൻ്റെ വയ്ക്കും. എന്തിനേറെ മഹാത്മാഗാന്ധിയുടെ വെച്ചിട്ടുണ്ട്. ഈ നമ്മളുടെ ഈശ്വര നായനാരുടെ ഞാൻ ഇവിടെ കണ്ടതാണ്, മറ്റേ പൂങ്കുന്നത്ത് അവർ കിട്ടിയത് അതും വെച്ചു. ഈശ്വര നായനാരെ വെക്കാൻ പാടില്ലെന്നും പറഞ്ഞില്ല. അതിനെ നല്ലൊരു പ്രതിമ, അതൊക്കെ ചെറിയ ചെറിയ പ്രതിമകളായിരിക്കും അവർ വെക്കുന്നുണ്ട്. അപ്പം അന്നൊന്നും ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. ആഹാരം വെക്കുന്ന സമയത്ത് ഇന്ന് ഓണല്ലേ എന്ന് വെച്ച് ഇവിടുത്തെ ആഹാരം അവർ വാങ്ങിക്കുന്നു, അവിടെ റംസാൻ വരുമ്പോൾ അവരുടെ ആഹാരം ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. അങ്ങനെയാണ് ഈ കേരളം കഴിഞ്ഞു കൂടിയിട്ടുള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ തെറ്റാണെന്ന് അന്നത്തെ പണ്ഡിതന്മാർ പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് തലയ്ക്ക് വെളിവില്ലാതിരുന്നുകൊണ്ട് അല്ലേ? ഇപ്പോഴുള്ള പണ്ഡിതന്മാർക്കാണ് തലയ്ക്ക് വെളിവ് വന്ന് തുടങ്ങിയത് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. മുമ്പുള്ള ആൾക്കാർ മുഴുവൻ വിഡ്ഢിയാന്മാരായിരുന്നു, ആയതുകൊണ്ടാണ് ഓണത്തിനെതിരെ സംസാരിക്കായിരുന്നത്. ഇപ്പോഴുള്ള ആൾക്കാർക്ക് ബുദ്ധി വെച്ച് ഭയങ്കര ബുദ്ധിമാന്മാരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് ഇപ്പോൾ ഫത്വ ഇങ്ങനെ കൂടെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനുണ്ടെന്ന് പറയുന്ന നിയമം വെച്ച് നോക്കുന്ന സമയത്ത് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ താല്പര്യമുണ്ടായിരുന്നോ? ഫോട്ടോ എടുക്കാൻ പാടുണ്ടായിരുന്നില്ല. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതും ഇവരുടെ ശരീഅത്ത് നിയമത്തിനെതിരാണ്. ഫോട്ടോ എടുക്കാൻ പാടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചോദിക്കുക എവിടെ തെളിവെന്ന്? പണ്ട് നടന്നിരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ആ ആൾക്കാരെ വിളിച്ചു കൊണ്ടുവരാനും അവരെ കൊണ്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തിയാൽ എനിക്ക് പറ്റുമോ? ഇംഗ്ലീഷ് പഠനം നിഷിദ്ധമായിരുന്നു. ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അറിവ് കൂടുതൽ വയ്ക്കും, കൂടുതൽ ലോകത്തെക്കുറിച്ച് അറിയും. അപ്പോൾ ഇംഗ്ലീഷ് പഠനം നിഷിദ്ധമായിരുന്നു. പ്രസവം നിർത്താൻ പാടില്ലായിരുന്നു. പെറ്റോണം പറയണം ഏറ്റവും നേരത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സിനിമ കാണാൻ പാടില്ലായിരുന്നു. എല്ലാം ഹറാം. സംഗീതം ഹറാമായിരുന്നു. ഇപ്പോഴും പറയുന്നുണ്ട്. യേശുദാസിൻ്റെ സംഗീതത്തോട് ആർക്കെന്ത് ഗുണമുണ്ടായെന്ന് ചോദിച്ചത് ഒരു ക്ലാപ്പൻ ഇവിടെയുണ്ട്. യേശുദാസിൻ്റെ സംഗീതം എന്തായാലും പറയാം, ഒരു 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 ഹരമാണ് ഇവിടെയുള്ള ആൾക്കാർ. യേശുദാസും ജയചന്ദ്രൻ പോലുള്ള ആളുകളുടെ സംഗീതം ആൾക്കാർക്ക് ഒരു ഹരമാണ് അവർക്ക്. യേശുദാസിൻ്റെ പാട്ട് കേൾക്കാത്ത ഏതെങ്കിലും ദിവസം ആർക്കെങ്കിലും ഉണ്ടോ? ഒരു പാട്ടെങ്കിലും അല്ലെങ്കിൽ എവിടെ നിന്നും കേൾക്കും. ആ യേശുദാസിൻ്റെ പാട്ടുകൊണ്ട് ഈ നാട്ടിൽ എന്ത് ഗുണമുണ്ടായി? ഒരു പറഞ്ഞ എത്രയേ ഉള്ളൂ. കുത്തിക്കയറ്റാൻ, അണ്ണാക്കിൽ കുത്തിക്കയറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു. അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റലോ അത് പന്നികളുടെ സ്വഭാവമാണ്. എന്ത് കണ്ടാലും തിന്നും, എന്ത് തീട്ടം കണ്ടാലും അവർ തിന്നും. പക്ഷേ ആന്തരികമായിട്ടുള്ള ഉത്തേജനം, ആന്തരികമായിട്ട് ശരീരമുണ്ട്. ആ ശരീരത്തിനും സംതൃപ്തി വേണം, അതിന് പല ലയങ്ങളും വേണം. അതിലേക്ക് യേശുദാസിൻ്റെ സംഗീതം, ചെമ്പയുടെ സംഗീതം, മോഹമ്മദ് സംഗീതം, കിഷോർമാരുടെ സംഗീതമൊക്കെ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഇവർക്കൊന്നും അറിയില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ശരീരം മാത്രമാണ് ഇവരുടെ ശരീരമാണ് ഏറ്റവും വലിയ കാര്യം. അതിനെ പുഷ്ടിപ്പെടുത്തുക എന്നർത്ഥം. ധൃതരാഷ്ട്ര സ്വഭാവമായിരുന്നു. കാരണം വിവരമില്ല, അന്ധന്മാരാണ്. ഉള്ളിലൊരു സത്യമുണ്ടെന്ന് അറിയാൻ അവർക്ക് കഴിയുന്നില്ല. ആയതുകൊണ്ട് ആ സത്യത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടുന്ന ബിരിയാണിയല്ല കേട്ടോ, അതിനുവേണ്ടി സതുപദേശങ്ങളാണ്. അത് ശ്രുതികളിലുണ്ട്, വേദങ്ങളിലുണ്ട്. പക്ഷേ വേദം തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിരിക്കുകയല്ലേ. ഈ പറയണ നമുക്ക് മതിയാക്കാൻ നമ്മുടെ സ്റ്റെല്ല എന്നൊക്കെ ഉണ്ടല്ലോ, എനിക്ക് മതി ചേട്ട എന്നൊക്കെ പറയുന്ന 10 രൂപയുടെ പുസ്തകം, ഇന്നത്തെ 10 രൂപയുടെ പുസ്തകം, അതുപോലത്തെ ഒരു പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം മതിയല്ലോ ഇവർ. എന്നിട്ട് പറയും ഇതായി പറഞ്ഞിട്ടുണ്ട്, ഇതായാലും പറഞ്ഞു. നാളെ പോയിട്ട് ഭൂമിക്കൊണ്ടായി പറയാം ഇതായാലും പറഞ്ഞിട്ടുള്ളതാ. മറ്റന്നാൾ ചന്ദ്രനിൽ ചൊവ്വയിൽ ആൾക്കാരിറങ്ങിയ അതായാലും പറഞ്ഞിട്ടുള്ളതാ. എല്ലാം ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് പറയാൻ അതിനകത്ത് സ്ഥലമുണ്ടോ ഇനി? അപ്പോൾ ഏതായാലും ഇതൊന്നും നിഷിദ്ധമായിരുന്നു. പക്ഷേ ഇന്നാകട്ടെ, അന്ന് ഇതൊക്കെയും ഹറാമാണ്. ഹറാം ഇതൊക്കെയും ഹറാമായിരുന്നു. ഇംഗ്ലീഷ് പഠനം, ഫോട്ടോ എടുക്കൽ, പ്രസവം നിർത്താൻ പാടില്ല എന്നുള്ളത്, സിനിമ കാണാൻ പാടില്ല എന്നുള്ളത്, വിദ്യാഭ്യാസം വേണ്ട എന്നുള്ളത്, കാരണം അതൊക്കെ ഹറാമാണ്. ഇന്നാകട്ടെ ഇതെല്ലാം ഹലാലാണ്, എല്ലാം ഹലാലായി. അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾ അവസ്ഥകൾക്കനുസരിച്ച് മാറുകയാണ്. നല്ല കാര്യമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുകയാണ് അഥവാ മാറ്റുകയാണ്. ഈ മാറ്റം ക്രിയേറ്റീവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് പണ്ഡിതന്മാർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റുമ്പോഴാണ്
അത് പ്രശ്നമായി വരുന്നത്. അവർ മാറ്റൽ മാത്രമല്ല, ഒറ്റത്തതിൻ്റെ പുറകെ ഇൻസ്റ്റൻ്റായിട്ട് ജസ്റ്റിഫിക്കേഷൻസ് വരും, ന്യായീകരണങ്ങളും വരും. പിന്നെ അതെല്ലാം കൊണ്ടുപോയിട്ട് അവസാനം അവർ പറയും ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, ഇത് ഖുറാനിലുണ്ട്. ദാറ്റ് മീൻസ് അത് ശരിയായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രവാചകൻ്റെ തലയിൽ കൊണ്ടുവിടും, അതുവഴി ഖുറാൻ്റെ തലയിൽ കൊണ്ടിടും. ഇതാണ് അവർ ചെയ്യുന്നത്. ബോധമുള്ളവർ ചിന്തിക്കട്ടെ. ബോധമുള്ളവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്തവണ ഓണാഘോഷം ഗംഭീരമായിട്ട് നടന്നതും. അതിൻ്റെ പേരിൽ അവരെ ചെന്നിട്ട് വിരൽ ചൂണ്ടാൻ നിന്ന് അവരുടെ കൈ പിടിച്ചോടിച്ചതും നല്ല മൊഞ്ചത്തികളായിട്ടുള്ള പെൺകുട്ടികൾ. അപ്പോൾ ബോധമുള്ളവരേ ഉള്ളൂ. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് ഈ തലയെക്കെട്ടുകാർ, പട്ടീതന്മാർ കുറേ ഉള്ളത്. ഏതായാലും ഒരു കാര്യം മനസ്സിലാകണം, ഈ ഖബർ പൂജ, ഖബർ ആരാധന, മന്ത്രവാദം, അറബി മന്ത്രവാദം, ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഈ ഇവന്മാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഗോളികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഖബർ പൂജ, നിലവിളക്ക് കത്തിക്കൽ, ഇതെല്ലാം പള്ളിയിലും നടക്കുന്ന, പല പള്ളികളിലും നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നാഗൂര് പള്ളിയുണ്ട് ഇവിടെ നമ്മളുടെ തമിഴ്നാട്ടിൽ. ഈ നാഗൂര് പള്ളിയിൽ ആരെയാണ് ആരാധിക്കുന്നത്? അതുപോലെ തന്നെ അജ്മീറുണ്ട്. അജ്മീർ കാണേണ്ട സ്ഥലമാണത്. മക്കയിൽ പോകുന്നതിന് തുല്യത പറയുന്നത്. അവിടെ എന്താ നടക്കുന്നത്? ബഹുദേവതാരാധനയല്ലേ. ഞാൻ ഇവിടെ അഹമ്മദാബാദിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വട്ടുവ, കോക്ര, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, മണിനഗർ, അവിടെയൊക്കെ ഞാനുണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥ കാലത്താണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവിടെ റോഡിൻ്റെ നടുവിലായിട്ടാണ് ഈ ഖബറിടങ്ങൾ. അത് വെച്ചിട്ട് അത് പച്ചത്തുണിയും വെച്ചിട്ട് അവിടെയും ആരാധന നടക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയും ഞങ്ങൾ ഏകദേവതാരാധനക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഏകദേവതാരാധന ശാസ്ത്രീയമായിട്ട് അത് എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളത് ഉപനിഷത്തുകളിൽ മാത്രമാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് ബഹുദേവതാരാധനയുടെ രൂപഭാവഭേദങ്ങൾ. ഏകം സദ്വിപ്രാഹ, വിപ്ര എന്നല്ല, അത് ഒരുമിച്ച് ചെല്ലുമ്പോൾ വിപ്ര എന്ന് നിർത്തുമ്പോൾ അവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ വിപ്രാഹ, വിപ്രന്മാർ. വദന്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. തീ തഹ അന്തി. തീ എന്ന് പറഞ്ഞാൽ ഏകവചനം, തഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിവചനം, അത് കഴിഞ്ഞാൽ വദന്തി ബഹുവചനമാണ്. അപ്പോൾ വിപ്രാഹ, വിപ്രന്മാർ. ഏകം സദ്വിപ്രാഹ ബഹുധാ വദന്തി. ഒന്നേ ഉള്ളൂ. പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പല ഉദാഹരണങ്ങളും പല വഴിയും പല മാർഗങ്ങളും അവർ കാണിച്ചു കൊടുക്കുന്നു. പല രൂപത്തിൽ ആളുകളെ മേലോട്ട് കയറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഹിന്ദുക്കൾ ഒരിക്കലും ബഹുദേവതാരാധനക്കാരല്ല. ബഹുദേവതാരാധന ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇപ്പോൾ ഇസ്ലാമിലാണ്. എല്ലാത്തിനെയും ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരങ്ങനെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാഗൂര്, അജ്മീറൊക്കെയുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഏതായാലും ഇപ്പോൾ പുതിയ വെളിപാട് കിട്ടിയിരിക്കുകയാണ് ഇസ്ലാമിനെക്കുറിച്ചുള്ള. തൊട്ടതിനും പിടിച്ചതിനും ഇവന്മാർ അവിടെയുള്ള പെണ്ണുങ്ങളുടെ മെക്കെട്ടിലൊക്കെ ഏറ്റേ ഉള്ളൂ, ആണുങ്ങളുടെ മെക്കെട്ട് ഏറ്റമില്ല. അവർ കുറേ ആൾക്കാർ മാർക്സിസ്റ്റുകാർ, കുറേ ആൾക്കാർ കോൺഗ്രസ്സുകാർ, കുറേ ആൾക്കാർ RSSകാരും അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഒന്നും ഫത്വ പറയില്ല, നല്ല ആട്ടുതുപ്പ് കിട്ടും. പെൺകുട്ടികളോട് ഒന്നും പറയാലോ, പേടിപ്പിക്കാലോ. ആ കാലവും കഴിഞ്ഞു, ആ കാലവും മാഞ്ഞു പോയി. മംഗലശ്ശേരി എന്ന് പറഞ്ഞ പേര് മാഞ്ഞു പോയി എന്ന് പറയുന്ന പോലെ ഇനി പെൺകുട്ടികളുടെ മെക്കെട്ട് കയറാൻ അതും നടക്കില്ല. കാരണം അവർ തുടങ്ങി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അതൊരു കൊടുങ്കാറ്റായിട്ടാണ് മാറുന്നത്, വൻ സുനാമി ആയിട്ടാണ് മാറുന്നത്. അതിൽ മുങ്ങിപ്പോവുകയാണ് അവിടെയുള്ള സകല വിധത്തിലുള്ള എന്തായാലും പറയുക സകല മറ്റേ തലയെക്കെട്ടുകാരും. അതാണ് സത്യം. ഇനിയിപ്പോൾ ഓണത്തിന് കാലക്രമേണ ചിലപ്പോൾ വലിയ ചെറിയ പെരുന്നാളിനോടൊപ്പം ഇസ്ലാമിൻ്റെ ഭാഗമാക്കിയേക്കും. ഇത്രയേ ഉള്ളൂ ഇസ്ലാം, ഇത്രയേ ഉള്ളൂ മുസ്ലിങ്ങൾ. അതാണ് സത്യം.